രണ്ടുപേര് മാത്രമാണല്ലേ ഉണ്ടായിരുന്നത്? രണ്ടുപേരെ മാത്രം ഉണ്ടായിരുന്നത്. മൊത്തം ഈ വീട്ടിലെ 4 പേരെ ഉണ്ടായിരുന്നത്. ഒരാൾ കൂട്ടുകിടക്കാൻ താഴെ പോയി, ഒരു കൊച്ച് പഠിക്കാൻ എന്തോ ആവശ്യത്തിന് എറണാകുളത്തിന് പോയി. പയ്യന് കാലൊടിഞ്ഞ് കിടക്കുക, ബൈക്ക് ആക്സിഡന്റ് എന്തോ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ആ പയ്യനും അമ്മയും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭൂരിഭാഗം സ്ഥലങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തകരും പറയുന്നത് ഏകദേശം ഈ മിറ്റത്തോ ഭാഗത്തോ മറ്റോ അവിടെ ഭാഗത്തുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ല, ഈ ഭാഗത്ത് കാണാനാ സാധ്യത. കിടന്ന മുറി അവരുടെ ബന്ധുക്കൾ വന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള അവിടെയാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ സെർച്ച് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റിയാക്കണം. മണ്ഡലത്തിലെ പല ഭാഗത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കയത്തടക്കം ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ജീവനാശം ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. മണ്ണിടിച്ചിലും അതോടൊപ്പം വഴികൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. നിരവധി വീടുകൾ പോയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിനേക്കാളും ഉപരി ഈരാറ്റുപേട്ട ബന്ധിപ്പിച്ചുള്ള വ്യവസായ സ്ഥാപനങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളിലും മുഴുവൻ വെള്ളം കയറിപ്പോയി. നഷ്ടമാണ് MP സംഭവിച്ചിരിക്കുന്നത്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു ഇത് അധികാലത്ത് നടന്ന ഒരു ദുരന്തമായതുകൊണ്ട് മുൻകൂട്ടി കാണാനോ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. കാരണം ഈ ദുരന്തം കഴിഞ്ഞാണ് നമുക്ക് അത് അറിയാൻ കഴിയുന്നത്. കേവലം 2 മണിക്കൂറുകൾ കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു 3-4 ദിവസത്തെ തുടർന്നുള്ള മഴയാണെങ്കിൽ നമുക്ക് ഭരണകൂടത്തിനോ മറ്റ് സംവിധാനത്തിനോ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. ഇതൊരു 2 ആഴ്ചയായി കാര്യമായ മഴയില്ല. ചെറിയ ചെറിയ തൂളൽ മഴ മാത്രം. 9 മണിക്ക് രാത്രി തുടങ്ങിയ മഴ 12 മണി കൊണ്ട് അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന ദുരന്തമാണ് ഇത്രയും വലിയ തോതിൽ. ഈ 3 മണിക്കൂറാണ് തുടർച്ചയായ ഗുരുതരമായ മഴ. ഈ സമയത്തൊക്കെ ഞാൻ നിലവിലുണ്ട്, റോഡിലുണ്ട്. ഈ വണ്ടി ഓടിച്ചു വന്ന സമയങ്ങളിലെല്ലാം ഭയങ്കര മഴ. അപ്പോൾ തന്നെ അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക്, അധികാരികൾക്കും ഒക്കെ നിർദ്ദേശം കൊടുത്തു. പക്ഷെ നമുക്കങ്ങനെ ഒരു ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റത്തില്ല എവിടെ ഉണ്ടാകും എന്ന് പറയാൻ. നമ്മൾ ഏകദേശം എത്ര മണിക്കൂർ അപകടമായി കരുതുന്നത്? 2 മണിക്കാണ് ഇപ്പൊ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. തൊട്ടടുത്ത വീടുണ്ടല്ലോ, ഈ കാണുന്ന വീട്, അവർ പറഞ്ഞ് 2 മണിക്ക് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അവർ ഓടി വന്ന് നോക്കുന്നു, ലൈറ്റ് അടിച്ച് നോക്കുന്നു, കറണ്ട് പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി വീടില്ല, വീട് മൊത്തം മൂടിപ്പോയി എന്നുള്ളത്. അപ്പോൾ തന്നെ ആളുകളെ അറിയിച്ച് ഇൻഫർമേഷൻ കൊടുത്തു. പോലീസും ഉള്ള സംവിധാനം എല്ലാം വെച്ച് ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ പലപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ അതിഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ലോക്കൽ പീപ്പിളിനെയും അതോടൊപ്പമുള്ള റെസ്ക്യൂ ടീമിനെ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻഗേജ് ചെയ്യിപ്പിച്ചു. ഇതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും അപ്പോൾ തന്നെ പരമാവധി വേഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നു. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ ഇതുപോലെ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരാശങ്കയുണ്ട് ആളുകളുടെ മനസ്സിൽ. കാരണം അപകടമായ സ്ഥലമാണെന്നാണ് പറയുന്നത്. ചെങ്കുത്തായ പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ റബ്ബറുകളും റബ്ബർ തോട്ടങ്ങളുമായി വളർന്നിരിക്കുകയാണ്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഉരുൾപൊട്ടലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ പാടാം. കാരണം ഈ പ്രദേശം മുഴുവൻ, മലയോര മേഖല മുഴുവൻ ഇതുപോലുള്ള ചെരിഞ്ഞ പ്രദേശങ്ങളാണ്. മുമ്പും ധാരാളം അപകടങ്ങൾ ഈ മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പെരിങ്ങളത്തുണ്ടായിട്ടുണ്ട്, അടിവാരത്തുണ്ടായിട്ടുണ്ട്, ഈ ചെരിഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മഴക്കാലം എന്ന് പറയുന്ന വലിയ ആശങ്ക ഉള്ള ഒരു സമയമാണ്.